ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ളതാണ്. 7 റൗണ്ട് എണ്ണിയപ്പോഴും ധർമ്മടം മണ്ഡലത്തിൽ വരുന്ന നിയോജകമണ്ഡലത്തിൽ വരുന്ന കൊങ്ങാടെന്ന് പറയുന്ന പഞ്ചായത്തിലെ പിണറായി വിജയൻ്റെ കുടുംബ വീടിരിക്കുന്ന സ്ഥലത്ത് പോലും അബ്ദുൾ റഷീദാണ് വോട്ട് പിടിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരനായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം തളിപ്പറമ്പിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്രാവശ്യം അബ്ദുൾ റഷീദ് മത്സരിച്ച് അവിടെ തളിപ്പറമ്പിൽ കുഞ്ഞികൃഷ്ണന് പ്രത്യേക സാഹചര്യത്തിൽ സീറ്റ് കൊടുക്കണം. അത് പക്ഷേ ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്ത് കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയും ചെയ്തല്ലോ. ആ പരീക്ഷണത്തിൽ അത് പിന്നെ അബ്ദുൾ റഷീദ് വിറപ്പിച്ചു. 7 തവണ 7 റൗണ്ട് 12 റൗണ്ടിൽ 12 13 റൗണ്ടിൽ 7 റൗണ്ടും അബ്ദുൾ റഷീദാണ് ജയിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ചിത്രം കാണുമ്പോൾ വലിയ ആവേശമാണ്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ ഒരു ദിവസം കാണാനാണ് ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞതുപോലെ ഇന്നലെ കരയിച്ചാണ് പിണറായി അവസാനം ജയിച്ചത്. അതുകൊണ്ട് തന്നെ പിണറായി ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരാൻ സാധ്യത യാതൊന്നും കാണുന്നില്ല. കൃത്യമായി പ്രതിപക്ഷ നേതാവാകാൻ വളരെ കൃത്യമായ സാധ്യതയുള്ളത് ഒന്നുകിൽ ബാലഗോപാലായിരിക്കും. ഇനിയല്ല മതന്യൂനപക്ഷങ്ങൾക്കൊരു സാധ്യത കൊടുക്കണമെന്ന് മനസ്സിലാക്കിയാൽ സജി ചെറിയാൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അതുമല്ല പക്കാ ന്യൂനപക്ഷം, അതായത് പിന്നെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വരേണ്ടതെന്ന് CPM തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് ആയിരിക്കും പ്രതിപക്ഷ നേതാവ്. പക്ഷേ മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ BJP ശക്തമായി ഹിന്ദുക്കളുടെ ഇടയിൽ വേറെ പ്രചരണം നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെ സജി ചെറിയാനോ അല്ലെങ്കിൽ ബാലഗോപാലിനോ ആണ് സാധ്യത. ബാലഗോപാൽ ധനകാര്യമന്ത്രി ആയിരുന്നു എന്നുള്ള സാധ്യത വെച്ചുകൊണ്ട് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള എല്ലാ സാധ്യതയും ബാലഗോപാലിനാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള പലരുമാണ് ജയിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഹരീന്ദ്രൻ ചെറുപ്പക്കാരല്ല, എന്നാലും മറ്റ് അത്ര പ്രമുഖരായിട്ടുള്ള ആളുകളൊന്നും ജയിച്ചിട്ടില്ല. TP രാമകൃഷ്ണൻ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പേരാമ്പ്രയിൽ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും അദ്ദേഹം വേറൊരു പേരില്ല TP രാമകൃഷ്ണൻ തന്നെ ആകുമായിരുന്നു. ഇടതുമുന്നണി കൺവീനർ എന്നുള്ള നിലയിൽ വിജയരാഘവൻ മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു. എന്തു പറഞ്ഞാലും 2 പ്രതിപക്ഷമുണ്ട്. രാജീവ് ചന്ദ്രശേഖരും പ്രതിപക്ഷ നേതാവായിട്ട് വരും. മുരളീധരനും BB ഗോപകുമാറും അവർ കേരള നിയമസഭയിൽ അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്നു. 1 അല്ല 2 അല്ല 3 താമര അവർ വിരിയിച്ചിട്ടുണ്ട്. ഇനിയും അവർ താമരകൾ വിരിയിക്കുമെന്ന് പറഞ്ഞ് വളരെ ആവേശത്തിലാണ് നടക്കുന്നത്. അവരുടെ ആവേശത്തിന് കണക്കുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും 102 സീറ്റ് പിടിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ വളരെ ജൂനിയറായിട്ടുള്ള പിണറായിയുമായിട്ട് കണക്കാക്കുമ്പോൾ വളരെ ജൂനിയറായിട്ടുള്ള സതീശനടക്കം വിഷ്ണുനാഥ് അടക്കമുള്ള ആളുകൾ മന്ത്രിയായിരിക്കുമ്പോൾ വളരെ വലിയ പ്രായമുള്ള വളരെ സീനിയറായിട്ടുള്ള ഈ നിയമസഭയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള 77 മുതലേ 50 വർഷത്തോളമായി അസംബ്ലിയിലുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം അസംബ്ലിയിൽ തന്നെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി മാറി നിൽക്കാനാണ് സാധ്യത. ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ബാലഗോപാലാകാനാണ് വലിയ സാധ്യത. അവിടെ നിന്ന് 100%, ഒരു 80% പിടിച്ചാൽ സജി ചെറിയാൻ, ഒരു 60% പിടിച്ചാൽ അല്ലെങ്കിൽ 70% പിടിച്ചാൽ മുഹമ്മദ് റിയാസ്. ഇത് ആരാകുമെന്ന് സ്വരാജ് ജയിച്ചിരുന്നെങ്കിൽ സ്വരാജ് ആകുമായിരുന്നു. പക്ഷേ സ്വരാജ് മത്സരിച്ചില്ല, അതുകൊണ്ട് സ്വരാജ് ജയിച്ചിട്ടില്ല, ചിത്രത്തിലില്ല. അപ്പോൾ പിന്നെ ഇവരൊക്കെയാണ് ഉള്ളത്. വനിത KK ശൈലജ ടീച്ചർ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആക്കുമായിരുന്നു. അവർ ജയിച്ചിട്ടില്ല. ശ്രീമതി ടീച്ചറില്ല, ജയരാജില്ല, ജയരാജന്മാരൊന്നുമില്ല. അപ്പോൾ പിന്നെ ഏത് മണ്ഡലത്തിൽ നിന്ന് വാസവനില്ല, പിന്നെ ശിവൻകുട്ടിയില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട രാജീവില്ല, പ്രധാനപ്പെട്ട മന്ത്രിമാരാരും ജയിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 3 പേരുകളിലാണ് ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത്. KN ബാലഗോപാൽ വലിയ സാധ്യതയാണ്, സജി ചെറിയാൻ അടുത്ത സാധ്യത, മുഹമ്മദ് റിയാസ് 3ാമത്തെ സാധ്യത. അല്ലെങ്കിൽ പിന്നെ മറ്റാർക്കെങ്കിലും കൊടുക്കുമോ? വനിതകളും ഇല്ല കൊടുക്കാൻ, അങ്ങനെ വനിതകളുമില്ല. പിന്നെ OS അംബികയൊക്കെയാണ് ജയിച്ചിരിക്കുന്നത്. അവർക്കൊന്നും പ്രതിപക്ഷ നേതാവ് കൊടുക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. എന്തായാലും പിന്നെ ചീഫ് വിപ്പുണ്ട്, ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. പാർലമെൻ്ററി ബോർഡിൻ്റെ ചെയർമാനായിട്ട് അതിൻ്റെ നേതാവിനെ എടുക്കണം, ഒത്തിരി പദവികൾ എടുക്കണമല്ലോ. കമ്മിറ്റികളിലൊക്കെ വരാനൊക്കെ ആളെ കൊടുക്കണം. എന്തായാലും വലിയ ഒരു പരാജയത്തിലേക്കാണ് പിണറായി വിജയൻ പോയിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പതനത്തിലേക്കാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പോയത്. 3ാം ഭരണം കൂടി വന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്തസ്സായി മാറാം, 3ാമത്തെ ഭരണം കൂടി നടത്തി മുഖ്യമന്ത്രിയായി വളരെ അന്തസ്സായി മാറാം എന്ന് വിചാരിച്ചിടത്തുനിന്ന് മാറി 2ാം ഭരണം കൊണ്ട് മതി ഞങ്ങൾക്കെന്ന് ജനങ്ങൾ ഈ ഒരു ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അമ്മമാരും സഹോദരിമാരും ഒക്കെ പറയുന്ന ആ മനോഹരമായ ഒരു ദിവസമാണ് ഇന്നലെ വന്നത്. ഇന്നലത്തോടുകൂടി പിണറായിസം അവസാനിച്ചു, മരുമോനിസവും അവസാനിച്ചു. അമ്പുക്കാക്കി സന്തോഷമായിട്ട് ഇനിയിപ്പോൾ തലമുടിയൊന്നും എടുക്കാതെ, കാര്യം ഈ മുഹമ്മദ് റിയാസ് ഇത് ഏക്കാത്തതുകൊണ്ട്
അദ്ദേഹത്തിന് മീശയും ഇല്ല താടിയും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കയറി ഏൽക്കാത്തത്. എന്തായാലും ഏറ്റില്ല. തലമുടിയുണ്ട്, പക്ഷേ എന്തായാലും ഏറ്റില്ല. അതിനകത്ത് മത്സരമില്ലാതെ അങ്ങ് രക്ഷപ്പെട്ടു അമ്പുക്ക. എന്തായാലും അമ്പുക്കായ്ക്ക് നല്ലൊരു പോസ്റ്റ്, പി കെ ശശിക്കും അമ്പുക്കായ്ക്കും ഏതെങ്കിലും കോർപ്പറേഷൻ്റെയൊക്കെ സ്ഥാനമൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും പിന്നെ കൃത്യമായി പ്രതിപക്ഷ നേതാവായി വരാൻ ഏറ്റവും യോഗ്യനാരെന്ന് ചോദിച്ചാൽ ബാലഗോപാൽ തന്നെയാണ്. പക്ഷേ മറ്റൊരു യോഗ്യത തന്നെയാണ്. മന്ത്രിയായിരുന്ന സജി ചെറിയാൻ, അതേ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന മരുമോനും ആണെന്നുള്ള ഒറ്റ മുസ്ലിം പേരും മരുമോനുമാണ്, 2 കുറവേ ഉള്ളൂ. മുസ്ലിം എന്നുള്ളതൊരു കുറവല്ല, പക്ഷേ മരുമോൻ എന്നുള്ളതൊരു വലിയ കുറവാണ്. ആളുകൾ പറയുന്നത് മരുമോനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയെന്ന് പറയും. ആ ആക്ഷേപം കേട്ടാതിരുന്നാൽ വേണ്ട, കേട്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ മുഹമ്മദ് റിയാസ് വരും. എന്തായാലും ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും കേരളത്തിലെ പുതിയ പ്രതിപക്ഷ നേതാവ്. ഇത് നമ്മൾ ഒരാഴ്ച മുമ്പേ ചെയ്തൊരു വീഡിയോ ആണ്. അന്ന് നമ്മൾ രാജീവിൻ്റെ പേര് കൂടി പറഞ്ഞിരുന്നു. പക്ഷേ രാജീവ് തോറ്റുപോയതുകൊണ്ട് രാജീവ് ഇപ്പോൾ ചിത്രത്തിൽ ഇല്ല.